എടി നാളെ ഈ നേരത്തെ വരില്ലേ? അയ്യോ നിർത്ത് നിർത്ത്, ഞാനിവിടെ ഇറങ്ങാ. വീട് വരെ കൊണ്ടാക്കാന്ന്. വണ്ടി നിർത്ത് പ്ലീസ്. പ്ലീസ് വണ്ടി നിർത്ത്. അമ്മ നിൽക്കുന്നു, അമ്മ. അമ്മല്ലേ വേറെ അമ്മേ. സാറേ വീട്ടിൽ കയറിയിട്ട് പോവാ. അയ്യോ വേറെ ദിവസം വരാം, പോയിട്ട് അത്യാവശ്യമുണ്ട്. പോട്ടെ അങ്ങനെ അമ്മച്ചക്ക് കോരും പിടികിട്ടി. ഇനി കുറച്ച് റൂട്ടാക്കാം. സാറേ ഡെയിലി വരണം കേട്ടോ. ഡെയിലി വന്നാലേ വയറ് കുറയും. ലോറൻസ് സാർ വരുമ്പോൾ മാത്രം വന്നിട്ട് കാര്യമില്ല. സാർ ഓൾറെഡി ഫിറ്റാ. അത് വൈകുന്നേരം ആകുമ്പോഴല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ വയറ് വേണം. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അല്ലാതെ നിങ്ങളമാതിരി വയറ് ഒട്ടിച്ച് പിടിച്ചിട്ട് ഇത് ഭയങ്കര ഗ്ലാമറാണെന്ന് വിചാരം. ഇത് ഭയങ്കര ബോറാത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബോഡി ഷെയ്മിങ്ങാണ്. ഞാൻ കേസ് കൊടുത്ത ആളുണ്ടല്ലോ, നിങ്ങൾ ആഫീസ് പൂട്ടും ചെല്ലി. ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട് ട്രെയിനർ ചമ്മിയില്ലേ? എങ്ങനെയെങ്കിലും ഒട്ടിക്കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങള് കളിക്കുന്നത്. ഞാനും അതിന് തന്നെയാ. തുടങ്ങിയോ? ഞാൻ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ. ഒന്നടിക്കുന്നു. അടിച്ചിട്ട് സംസാരിക്കാണ് അതിന്റെ രീതി. അല്ലാണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അടിക്കുമ്പോൾ ഒന്നിൽ നിൽക്കൂല, മിനിമം 4 അടിക്കണം. എനിക്ക് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടേ. അതുകൊണ്ടാ ചിലപ്പോൾ 5 ആവും. ഇവിടുത്തെ പണിക്കാർ സാറേ സമരം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട്. പിന്നെ അതായത് ഇവർക്ക് ശമ്പളം കൂട്ടി വേണമെന്നാണ് പറയുന്നത്. പണിക്കാരാണ് ഇല നുള്ളിയിട്ടും തീരുന്നില്ല. കൂട്ടിക്കൊടുക്കാനോ? എടോ ഇന്നാളല്ലോ കൂട്ടിക്കൊടുത്തേ. ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കൊന്നുമില്ല. മാനേജ്മെന്റ് തീരുമാനോ? സാറ് വിചാരിക്കണോ? മാനേജ്മെന്റിനോട് പോയി പണി വെക്കാൻ പറയും. മാനേജ്മെന്റ് മാത്രം ഇവിടെ സൂചിച്ചാൽ മതിയോ? പണിക്കാർക്കും സൂചിക്കണ്ടേ? വേണ്ടേ? ഒന്നുകൂടെ അടിക്കാം. സൂചിക്കണം. കുറ്റിനി അടിക്കണ്ട. നാളെ രാവിലെ കണക്കായിട്ട് എത്തിക്കൊള്ളണം കേട്ടോ. എടാ കോപ്പിലെ മാനേജറെ, ഒരു കണക്ക് എനക്ക് കൂട്ടി കൊടുക്കാൻ പറ്റൂല. പറ്റൂലേ? പറയ്. ഓവറായി പോയി സാർ. നാളെ കുറെ വർക്ക് ഉണ്ട്. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നും ഇത് കിട്ടിയാലെനിക്ക് ശരിയാവും.